വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ അങ്ങനെ തറവാട്ടിലേക്ക് ഇറങ്ങി ഉമ്മാമ്മന്റെ അടുത്തേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ അവന്റെ മെയിൻ പരിപാടി ഇതിലാണ്. ഇതിങ്ങനെയൊന്നും അല്ലടാ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ അത് തന്നെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. മതിയാവുമ്പോൾ പിന്നെ തന്നെ ഇങ്ങനെ ഇറങ്ങുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് വിട്ടു. അപ്പൊ ഇവിടെ 1-2 പാർക്കേ ഉള്ളൂ പോകാൻ പറ്റിയതായിട്ടുള്ള അടുത്ത്. അപ്പൊ ഇത് മിഡോവിയാണ്. മിഡോവി അപ്പൊ അവിടെ കുട്ടികൾക്കാണ് മെയിനായിട്ട്. കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവന് കൂട്ടായിട്ട് എപ്പോൾ ഉമ്മ തന്നെ ഉണ്ടാവും. ഉമ്മ എല്ലാത്തിലും ആക്റ്റീവായിട്ട് കയറുന്നുണ്ട്. അവനൊരു കമ്പനിയാണ്. അങ്ങനെ അവൻ ആ കുഞ്ഞു കുഞ്ഞു റൈഡിലൊക്കെ കയറി. ഇതിന്റെ ഉള്ളിൽ എൻട്രി ഫീ കൊടുത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ള അത്രയും സമയം കയറാം. നമുക്ക് വലിയ ആൾക്കാർക്ക് കാര്യമായിട്ടൊന്നുമില്ല. ചുമ്മാ വ്യൂ കാണാം. നല്ല വ്യൂ ആണ് അവിടെ. വയലിന്റെ ഭാഗത്ത് നല്ല വ്യൂ ആ. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം എപ്പോൾ വരുന്ന വാക്ക് ചെയ്ത് ഇടക്കിടക്കൊക്കെ വരും ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് ഇന്ന് ആളുള്ളതുകൊണ്ട് രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹോളിഡേ അല്ലാത്ത ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ തന്നെ ഇങ്ങനെ കളിച്ച് ബോറടിച്ചിരിക്കും. പക്ഷെ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഹോളിഡേ ആയിരുന്നു. അപ്പൊ അവൻ അങ്ങനെ ഓരോന്നിലേക്ക് കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു കുറെ റൈഡ് എന്ന് പറഞ്ഞ ഒരു എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു. നമുക്കത് ഇത്തിരി കുഞ്ഞായിട്ട് തോന്നുമെങ്കിൽ അവനത് വലിയ സംഭവമായിരുന്നു. അവന് വലിയൊരു പ്ലെയിനിൽ കയറി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഇന്നവിടെ തിരക്കായതുകൊണ്ട് തന്നെ അവരങ്ങനെ അധികം സമയമൊന്നും റൈഡിലധികം ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിലൊക്കെ അവർ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വിമാനത്തിൽ അങ്ങനെ 4 ആൾക്കാരുണ്ടായാലേ കയറ്റുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇവർ 2 പേര് മാത്രം. ആ കയറ്റിയിട്ട് അവർ ലാസ്റ്റ് എന്ത് ചെയ്തു, റൈഡ് ഓണാക്കി കൊടുത്തു വിട്ടു. അങ്ങനെ കുട്ടികൾ ഇതിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഓരോ ഭാഗത്തായതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ കുട്ടികൾ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇതിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചിരുന്നു. ഇത് അങ്ങോട്ടേക്ക് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. തിരിച്ചു വരികയില്ല. പിന്നെ തിരിച്ച് ഇവിടുന്ന് പാർക്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ പാടുപെടണം കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട്. ടോയ് ഷോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സാധനമൊക്കെ കിട്ടുന്നത്. അതിനവിടുന്ന് റിമോട്ട് കാറായിരുന്നു വേണ്ടത്. പക്ഷെ അവിടെ ബാറ്ററി ഇട്ട് നോക്കാനില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കാനിട്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പോകുന്ന വഴി അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങനെ അടിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ